കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ. ശ്രീമദ് ഭാഗവതം ഏകാദശ സ്കന്ധം അധ്യായം 28 ശ്ലോകം 11 നമ്മൾ ചെയ്തു. ഉദ്ധവൻ്റെ ചോദ്യമാണല്ലോ 10ഉം 11. എന്താണ് 10ഉം 11 ചോദിച്ചത്? ദ്രഷ്ടാവും, അതായത് കാണുന്ന ആളും ദ്രഷ്ടാവും സ്വയം പ്രകാശ സ്വരൂപനുമായിട്ടുള്ള ആത്മാവിനോ ദൃശ്യവും ജഡവുമായിട്ടുള്ള ദേഹത്തിനോ എന്താ ഇപ്പം സംസാരം? അതായത് പിന്നെ ആത്മാവിന് സ്വയം പ്രകാശ സ്വരൂപനായിട്ടുള്ള ദ്രഷ്ടാവായിട്ടുള്ള ആത്മാവിന് സംസാര ദുഃഖം ഉണ്ടാവാൻ വഴിയില്ല എന്ന് പറഞ്ഞു അങ്ങ്. കാരണം ഗുണാതീതനാണ്, കാലാതീതനാണ് ഒക്കെ പറഞ്ഞു അല്ലേ. എന്നാൽ ജഡമായിട്ടുള്ള ദേഹത്തിനാണോ സംസാരം? അതും പറ്റില്ല. ജഡല്ലേ, അതിനൊരു വികാരം ഉണ്ടാവില്ല. എന്നാൽ പിന്നെ ആർക്കാണ് അത് അനുഭവപ്പെടുന്നത്? ആത്മാവാണെങ്കിൽ അവ്യയനാണ്, നിർഗുണനാണ്, ശുദ്ധനാണ്, പൂർണ്ണനാണ്, അഗ്നിയെപ്പോലെ സ്വയം പ്രകാശ സ്വരൂപിയാണ്. ദേഹമാണെങ്കിലോ മരക്കഷ്ണം പോലെയാണ്, അചേതനമാണ് അല്ലേ, ചൈതന്യമില്ലാത്തതാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ആർക്കപ്പം ഈ സംസാരം അനുഭവമാവണം എന്നാണ് ചോദിച്ചത് നമ്മൾ. അപ്പോൾ ഭഗവാന്റെ ഉത്തരമാണ് നമ്മൾ പറയാൻ പോണത്. അപ്പോൾ നമുക്ക് 12ാമത്തെ ശ്ലോകം ഭഗവാൻ ഉവാച. ഭഗവാൻ ഇതിന് ഉത്തരം പറയുകയാണ്. ആരാണ് സംസാരബന്ധം അനുഭവിക്കുന്നത്? അപ്പോഴാണ് നമുക്ക് ജീവനും ആത്മാവും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് മനസ്സിലാക്കി തരേണ്ടത് കേട്ടോ. ശ്രീ ഭഗവാൻ ഉവാച 12. യാവദ്ദേഹേന്ദ്രിയ പ്രാണീരാത്മന സന്നികർഷണം സംസാര ഫലവാംസ്താവദപാർത്ഥോപ്യവിവേകിനഃ. അതാണ് അപാർത്ഥോപി സംസാര. അതാണ് അപാർത്ഥോപ്യവിവേകിനഃ. അപ്പം നമുക്ക് അതിൻ്റെ അർത്ഥം നോക്കാം. 12. ദേഹേന്ദ്രിയ പ്രാണൈഹി, ദേഹം, ഇന്ദ്രിയങ്ങൾ, പ്രാണൻ ഇവയോട് ആത്മനഃ ആത്മാവിന് യാവത് സന്നികർഷ എപ്പോഴാണ്, യാവത് സന്നികർഷ സ്യാദി എത്ര കാലം വരെ ആത്മാവിന് ദേഹത്തിനോടും ഇന്ദ്രിയങ്ങളോടും പ്രാണനോടും ചേർച്ചയുണ്ടാവുന്നുവോ, അല്ലെങ്കിൽ സംഘം ഉണ്ടാവുന്നുവോ, അല്ലെങ്കിൽ ചേർച്ച ഉണ്ടാവുന്നുവോ, അവിവേകിത വിവേകമില്ലാത്തവന് സംസാരം എന്നത് അപാർത്ഥ അപാർത്ഥ ബീജെന്താ, വാസ്തവത്തിൽ ഇല്ലെങ്കിലും, ശരിക്കില്ലെങ്കിലും, യഥാർത്ഥത്തിലില്ലെങ്കിലും ഫലവാൻ ഉള്ളതായിട്ട് തോന്നുന്നു. എന്താ പറഞ്ഞാൽ ഈ അവിവേകിയായിട്ടുള്ള ജീവന് എത്ര കാലം ഞാൻ ശരീരമാണ്, ഇന്ദ്രിയാണ്, പ്രാണനാണ്, അല്ലെങ്കിൽ ശരീരം ഇന്ദ്രിയങ്ങളോട് കൂടിയിട്ടുള്ള ഈ ദേഹമായിട്ട് ഇന്ദ്രിയങ്ങളോടും മനസ്സോടും കൂടിയുള്ള ദേഹമായിട്ട് എത്ര കാലം വരെ ഈ അവിവേകിയായിട്ടുള്ള ജീവന് ബന്ധമുണ്ടോ അത്ര കാലം വരെ ഈ ജഗത്ത് ഇല്ലാത്തതാണെങ്കിലും, ശരിക്ക് ഇല്ലാത്തതാണെങ്കിലും ഉണ്ടെന്ന് തോന്നുന്നെ ചെയ്യും. അതായത് ശരിക്കും ആത്മാവ് നിസ്സംഗനൊക്കെയാണ്. പക്ഷേ എപ്പോഴാണ് ഇന്ദ്രിയങ്ങളും മനസ്സും അടങ്ങുന്ന ശരീരമാണ് എന്നുള്ള ബോധം ഉണ്ടായി തുടങ്ങുന്നത്, അല്ലെങ്കിൽ ശരീരത്തിനോടും ഇന്ദ്രിയങ്ങളോടും ചേർച്ച എപ്പോഴാണ് വരുന്നത്? അടുത്ത് നിന്നാലേ ഈ ആത്മാവ് അടുത്ത് പോയി ഞാനാണ് ശരീരം എന്ന് വിചാരിക്കാൻ തുടങ്ങിയാൽ കഴിഞ്ഞു സംസാരം അവർക്ക് അനുഭവമാവും. അതാണ് അജ്ഞാനിക്കെന്ന് പറഞ്ഞത്. അപ്പോൾ നിർത്തിയില്ല, അത് തോന്നാതിരിക്കുക മാത്രമേ നമുക്കിന്ന് രക്ഷയുള്ളൂ. എന്താ പറഞ്ഞത്? ആത്മാവിന് എത്ര കാലം ഈ ദേഹവും ഇന്ദ്രിയവും പ്രാണനുമായിട്ട് ചേർച്ച ഉണ്ടാകുന്നുവോ അത്രയും കാലം ഇത് യഥാർത്ഥമല്ല എങ്കിൽ പോലും ആ അവിവേകിക്ക്, ആ അജ്ഞാനിക്ക് ഈ സംസാരം ശരിയാണെന്ന് അനുഭവപ്പെടുന്നു. അതാണ് ബുദ്ധിമുട്ട്. എത്ര കാലം ഈ ആത്മാവ് ദേഹവും ഇന്ദ്രിയവും പ്രാണനുമായിട്ട് ചേർച്ച ഉണ്ടോ അത്രയും കാലം അജ്ഞാനിയാണ്. ആ അജ്ഞാനിയായിട്ടിരിക്കുമ്പോൾ മുഴുവൻ സംസാരം ശരിക്കില്ലാത്തതാണെങ്കിലും ഉള്ളതാണെന്ന് തോന്നുന്നു. അതാണ് ആദ്യം പറഞ്ഞത് ഭഗവാൻ. ശ്രീ ഭഗവാൻ ഉവാച.
അല്ല അതെ 12 യാവദ്ദേഹ ശ്രീ ഭഗവാൻ വാച യാവദ്ദേഹേന്ദ്രിയ പ്രാണൈരാത്മനഃസന്നികർഷണം സംസാര ഫലവാംസ്താവത് അദപ അപാർത്ഥോപ്പി സ്ഥാം താവത് അപാർത്ഥോപ്യവിവേകിനഃ അപ അപ അപാർത്ഥാണ് അപദ അല്ല അതെ അപാർത്ഥാണെച്ചാലും അതായത് അസത്യം വെച്ചാലും സത്യം തോന്നുകയാണേ അജ്ഞാനം കൊണ്ടേ. കാരണം ദേഹാന്ന് വിചാരിച്ചിട്ടേ ശരിക്കില്ലെങ്കിലും. ഇനി 13 അർത്ഥേഹ്യവിദ്യമാനേബി സംസൃതിർന്ന നിവർത്തതേ ധ്യായതോ വിഷയാനസ്യ സ്വപ്നേനർത്ഥാഗമോ യഥാ. അപ്പോൾ 13 അർത്ഥേ അവിദ്യമാനേ അപിഹി ദേഹം മുതലായിട്ടുള്ള വസ്തുക്കൾ ഇല്ലാത്തതാണെങ്കിലും വിഷയങ്ങളെ ധ്യാനം ചെയ്യുന്ന അസ്യ ഈ ജീവാത്മാവിന് സ്വപ്നത്തിൽ അനർത്ഥാഗമ യഥ അനർത്ഥങ്ങൾ ഉണ്ടാകുന്നത് പോലെ സ്വപ്നത്തിൽ നമുക്ക് ദുഃഖമൊക്കെ ഉണ്ടാവുമല്ലോ, കരയൊക്കെ ചെയ്യുമല്ലോ നമ്മളല്ലേ, ദുഃഖവും പേടിയൊക്കെ ഉണ്ടാവും. സംസാരം നിവർത്തിയാകുന്നില്ല, അല്ലെങ്കിൽ ഇല്ലാതെ ആകുന്നില്ല. അതാണ് ഒരു കഷ്ടം. എന്താ വെച്ചാൽ ഈ ജീവൻ ഇങ്ങനെ ഇന്ദ്രിയങ്ങളും പ്രാണങ്ങളോടും ശരീരത്തിനോടും ചേർന്നിട്ടേ വിഷയങ്ങളൊന്നും ശരിക്കില്ലാത്തതാണെങ്കിലും അസത്യങ്ങളാണെങ്കിലും വിഷയത്തിനെ ധ്യാനിക്കും. അപ്പം എന്താ വെച്ചാൽ ഈ സംസാരമൊക്കെ ഉള്ളതാ തോന്നും. ശരിക്കത് സ്വപ്നം പോലെയാന്ന് പറയുമ്പോൾ നമുക്ക് നല്ല മനസ്സിലാവും കേട്ടോ. സ്വപ്നത്തിൽ നോക്കൂ ഒന്നുമില്ലെങ്കിലും നമുക്ക് പല ദുഃഖങ്ങളും ഭയങ്ങളും അനുഭവപ്പെടാറുണ്ട്. സുഖവും രണ്ടും അനുഭവപ്പെടും അല്ലേ, നല്ല സ്വപ്നം കാണാമല്ലോ. അപ്പം സ്വപ്നത്തിൽ ശരിക്കും ഒരു വിഷയങ്ങളും ഇല്ല, ശരിക്കും ഒന്നുമില്ലല്ലോ സ്വപ്നത്തിൽ. അത് വേറൊരു സങ്കല്പമല്ലേ മനസ്സിൻ്റെ. പക്ഷെ നമുക്ക് തോന്നൂലോ അത് അനുഭവിക്കുമ്പോൾ. അതേപോലെയാണ് നമ്മൾ ഈ വിഷയങ്ങളൊന്നും ഇല്ല ഇവിടെ, അതൊക്കെ അസത്യമാണെങ്കിലും അത് ശരിയാണെന്ന് വിചാരിച്ചിരിക്കുന്നിടത്തോളം കാലം അത് ശരിയാ തോന്നും. സ്വപ്നത്തിൽ നിന്ന് ഉണരുന്നവരെ സ്വപ്നം ശരിക്ക് യാഥാർത്ഥ്യമെന്ന് തോന്നുന്ന പോലെ അജ്ഞാനത്തിലിരിക്കുന്നിടത്തോളം കാലം നമുക്ക്, അതായത് ദേഹ ഇന്ദ്രിയവും പ്രാണനും ഒക്കെ ആയിട്ട് ചേർച്ച ഉണ്ടാവുന്നിടത്തോളം കാലം നമുക്ക് സ്വപ്നത്തിൽ നമുക്ക് എങ്ങനെ അത് യാഥാർത്ഥ്യമാണെന്ന് തോന്നുന്നുവോ അതുപോലെ അജ്ഞാനത്തിൽ വർത്തിക്കുന്ന നമുക്ക് ഈ ജഗത്ത് സത്യമാണെന്ന് തോന്നുകയാണ്. അർത്ഥേഹ്യവിദ്യമാനേബി സംസതിർന്ന നിവർത്തതേ. അപ്പം നമുക്ക് ആ സംസാരബന്ധം നിവർത്തിക്കാൻ പറ്റില്ല. ഒരേ ഒരു വഴിയുള്ളൂ, ഞാൻ ദേഹമാണ് എന്നുള്ള അഭിമാനം വിടുക. ദേഹേന്ദ്രിയ പ്രാണ മനോബുദ്ധിയാണ് ഞാൻ എന്നുള്ളത് വിട്ടിട്ട് ഞാൻ ആത്മാവാണെന്ന് അങ്ങോട്ട് മനസ്സിലാക്കുകയും അനുഭവാവുകയും വേണം. അല്ലാതെ ഈ സംസാരത്തിന് നിവൃത്തിക്ക് വഴിയില്ല. സംസതിർന്ന നിവർത്തതേ, നിവർത്തിക്കില്ല. ധ്യായതോ വിഷയാനസ്യ സ്വപ്നേനർത്ഥാഗമോ യഥാ. വിഷയങ്ങളൊന്നും സത്യമല്ല, എന്നാലും അത് ശരിക്കുള്ളതാ തോന്നുക. സ്വപ്നത്തിന് സത്യമല്ലല്ലോ, എന്നാലും നമ്മൾ ദുഃഖവും സുഖം അനുഭവിക്കണ പോലെ. ഇനി യഥാ ഹ്യപ്രതിബുദ്ധസ്യ പ്രസ്വാപോ ബഹു അനർത്ഥഭൃത് സ ഏവ പ്രതിബുദ്ധസ്യ ന വൈ മോഹായ കൽപ്പതേ. 14 യഥാ എങ്ങനെ അപ്രതിബദ്ധസ്യ ഉറക്കത്തിൽ നിന്നും ഉണർന്നവന് പ്രസ്വപഹ സ്വപ്നം എന്നത് പ്രസ്വാപഹ സ്വപ്നം എന്നത് ബഹു അനർത്ഥഭൃദ്ഹി പലവിധ വിഷമങ്ങളും ആ സ്വപ്നത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇല്ലേ, ഉറക്കമുണർന്നു കഴിഞ്ഞാലത്തെ കാര്യമാണ് പറഞ്ഞത്. പല ദുസ്വപ്നമാണെങ്കിൽ പോലും സഹ ഏവ ആ സ്വപ്നം തന്നെ പ്രതിബുദ്ധസ്യ ഉണർന്നെഴുന്നു വന്ന് മോഹായ അനർത്ഥത്തിനെ നൽകുവാനുള്ള കൽപ്പതയെ ശക്തിയുള്ളതായി ഭവിക്കുന്നില്ല. അതായത് ഉണർന്നു കഴിഞ്ഞാൽ എത്ര ദുസ്വപ്നം കണ്ടാലും അതെനിക്ക് വിഷമാവൂലോ എന്ന് നമ്മൾ ഒരിക്കലും വിചാരിക്കില്ല. ആശ്വാസമാവും. സ്വപ്നമായിരുന്നുവല്ലോ, ദാറ്റ് ഹാസ് നത്തിങ് ടു ഡു വിത്ത് മൈ ലൈഫ്, അങ്ങനെ നമ്മൾ വിചാരിക്കുക അല്ലേ. അതാണതിൽ പറയണത്. സ്വപ്നം കണ്ടാൽ നമ്മൾ എത്ര പൊട്ട സ്വപ്നമാണെങ്കിലും ഉണർന്നു കഴിഞ്ഞാൽ നമുക്ക് അയ്യോ ആ സ്വപ്നം എൻ്റെ ജീവിതത്തിനെ ബാധിക്കും നമ്മൾ ഒരിക്കലും വിചാരിക്കില്ല. സ്വപ്നമായിരുന്നുവല്ലോ സന്തോഷിക്കുക ചെയ്യുക അല്ലേ.
സ്വപ്നത്തിന് വിഷയങ്ങളൊന്നുമില്ല, നമുക്ക് ദുഃഖവും സുഖമൊക്കെ അനുഭവം. അതായത് സ്വപ്നം കാണുന്ന ആൾക്ക് അത് പല അനുഭവങ്ങൾക്കും കാരണമാവുമെങ്കിലും ഉണർന്നാൽ പിന്നെ അതുകൊണ്ട് അവന് ആ സ്വപ്നം കണ്ട ആൾക്ക് യാതൊരു വ്യത്യാസവും ഇല്ല, ഒന്നും അയാളുടെ ജീവിതത്തിനെ ബാധിക്കണില്ല. അതായത് എന്താ പറഞ്ഞു വെച്ചാൽ ഈ ദുഃഖവും സുഖവും ഭയവും ദേഷ്യവും നമ്മളെ എല്ലാ വികാരങ്ങളും ശരിക്ക് പറയാച്ചാൽ ദേഹാത്മബുദ്ധി ഉള്ള ആൾക്കേ ഉള്ളൂ. ദേഹമാണ് ഞാൻ വിചാരിക്കുന്ന ആൾക്ക് മാത്രമേ ഇതുള്ളൂ എന്നാണ് പറഞ്ഞത്. അപ്പം നമുക്ക് 14 യഥാ ഹ്യപ്രതിബുദ്ധസ്യ പ്രസ്വാപോ ബഹ്വനർത്ഥഭൃത് സ ഏവ പ്രതിബുദ്ധസ്യ നവൈ മോഹായ കൽപ്പതേ. അതുപോലെ തന്നെയാണ് അജ്ഞാനത്തിൽ നിന്ന് ഉണർന്ന ഒരു ജീവന് ഇതൊരു വെറുമില്ലാത്ത കാര്യത്തിനെ പറ്റി ഞാൻ ശരിക്കുണ്ടെന്ന് വിചാരിച്ചു എന്ന് വിചാരിക്കുന്നു. സ്വപ്നത്തിന് നമ്മളെ എത്ര ദുസ്വപ്നം കണ്ടാലും ഉണർന്നു കഴിഞ്ഞാൽ അത് നമ്മളെ ജീവിതത്തിനെ ബാധിക്കുന്ന നമ്മൾ വിചാരിക്കില്ല. എന്നെ ബാധിക്കില്ല, അത് വെറും സ്വപ്നമായിരുന്നു. അതേപോലത്തെ ആണെന്നാണ് പറയുന്നത്. അജ്ഞാനത്തിൽ നിന്ന് ഉണർന്ന ഒരാൾക്ക് കഷ്ടം, ഈ ജഗത്ത് വെറും സ്വപ്നമായിരുന്നു, അല്ല ഇല്ലാത്തതാണ്, ഞാൻ എന്തിനു വിഷമിച്ചെന്ന് തോന്നുന്നു. അതേപോലെ എന്നാണ് പറയണത്. യഥാഹ്യ പ്രതിബുദ്ധസ്യ, അത് വായിച്ചു. ഇനി 15 ശോക ഹർഷ ഭയ ക്രോധ ലോഭ മോഹ സ്പൃഹാദയ അഹങ്കാരസ്യ ദൃശ്യന്തേ ജന്മമൃത്യുശ്ചനാത്മന. അതൊക്കെ ഈ ജാതി വികാരങ്ങളൊക്കെ നമുക്ക് ദേഹാഭിമാനമുള്ളിടത്തോളം ഉള്ളൂ എന്നാണ് ഇപ്പോൾ ഈ ശ്ലോകത്തിൽ പറയാൻ പോണത്. ശോക ഹർഷ ഭയ ക്രോധ ലോഭ മോഹ സ്പൃഹാദയ. ഏത്? ദുഃഖം, സുഖം, സന്തോഷം, ഭയം, ക്രോധം, ലോഭം, മോഹം, ആഗ്രഹങ്ങൾ, ഇതൊക്കെ ജന്മമൃത്യു ഈവൻ ജനനവും മരണവും പോലും അഹങ്കാരസ്യ ദൃശ്യത, അഹങ്കാരത്തിന് കാണപ്പെടുന്നു. അതായത് ഞാൻ ഈ ദേഹമാണെന്ന് വിചാരിക്കുന്നിടത്തോളം ഉള്ളൂ. ആത്മനഹ എന്ന ഇതൊന്നും ആത്മാവിനില്ല, ഉറപ്പാണെന്ന് ഭഗവാൻ പറയണത്. ദേഹത്തിനേ ഉള്ളൂ. ഞാൻ ദേഹം അല്ലെങ്കിൽ പിന്നെ എനിക്ക് ജനനവും മരണമുണ്ടോ? ദേഹമല്ലേ ജനിക്കണതും വിഷമം അനുഭവിച്ച് മരിക്കണതും ഒക്കെ. ഞാൻ ദേഹമല്ലാച്ചാൽ പിന്നെ ഞാൻ, അതാണ് പറയണത്. ശോകം ഹർഷം ഭയം ക്രോധം ലോഭം മോഹം ആഗ്രഹങ്ങൾ ജനനം മരണം ഇതൊക്കെ ദേഹാത്മബുദ്ധി ഉള്ളവന് മാത്രമേ ഇല്ലൂ, ആത്മാവിന് ഇല്ല എന്നാണ് ഭഗവാൻ ഈ ഒരു ശ്ലോകത്തിൽ പറഞ്ഞത്. അപ്പോൾ ദേഹാഭിമാനം ഇല്ലാണ്ടേ അവ മാത്രമേ നമുക്ക് നിവൃത്തിയുള്ളൂ. എന്താ ചെയ്യല്ലേ? ശോക ഹർഷ ഭയക്രോധ ലോഭ മോഹസ്പൃഹാദയ അഹങ്കാരസ്യ ദൃശ്യന്തേ ജന്മമൃത്യുശ്ചനാത്മന. ആത്മാവിന് ഇതൊന്നുമില്ല. 16 അപ്പോൾ ഈ എന്താണ് ഞാൻ എന്നുള്ള ആ ഭാവത്തിനാണ് ഈ സംസാര ഭയവും സംസാരത്തിലത്തെ അനുഭവങ്ങളൊക്കെ ഞാൻ എന്നുള്ള ഭാവത്തിനാണ് എന്ന് പറഞ്ഞാൽ മുക്തി ആ അഹങ്കാരത്തിനെന്നല്ലേ അർത്ഥം. ഈ അനുഭവം ആണ് വെച്ചാൽ അതിന് മുക്തിയും അഹങ്കാരത്തിനല്ലേ അർത്ഥം. അപ്പോൾ മുക്തിയിലും അഹങ്കാരം ബാക്കി വരില്ലേ എന്നൊരു സംശയം വരാം. അതായത് എന്താ അറിയോ, ഇപ്പോൾ പറഞ്ഞതെന്താ, ഞാൻ എന്ന അഭിമാനം കൊണ്ടാണ് നമുക്ക് ഈ സംസാരം ഉണ്ടെന്ന് തോന്നണ പറഞ്ഞു. അപ്പോൾ മുക്തി കിട്ടിയാലും ഈ ഞാൻ എനിക്ക് മുക്തി കിട്ടിയെന്ന് തോന്നില്ലേ? അപ്പോൾ ഈ ഞാൻ അവിടെ ഉണ്ടല്ലോ എന്നാണ് പറയണത്. ഇനി അതാണ് പറയാൻ പോണത്. ദേഹേന്ദ്രിയ പ്രാണ മനോഭിമാനോ ജീവോന്തരാത്മാ ഗുണകർമ്മമൂർത്തി സൂത്രം മഹാനിത്യുരുധേവ ഗീത സംസാര ആധാവതി കാലതന്ത്ര. നമുക്ക് 16ൻ്റെ അർത്ഥം നോക്കാം. ദേഹേന്ദ്രിയ പ്രാണ മനോഭിമാന, ദേഹം, ഇന്ദ്രിയങ്ങളെ, പ്രാണൻ, മനസ്സ്, ഇതിൽ അഭിമാനത്തോടു കൂടിയ ആത്മാവ്, അതായത് ജീവൻ ആണത്. ദേഹേന്ദ്രിയ പ്രാണത്തിൽ അഭിമാനമുള്ള ആത്മാവാണ് ജീവൻ. അന്തഃ അവയുടെ ഉള്ളിൽ മറഞ്ഞ് ജീവാത്മാവായി. അപ്പം ജീവാത്മാവായി, ഇതിൽ അഭിമാനം വന്നാൽ ജീവാത്മാവായി, അല്ലെങ്കിൽ ആത്മാവാ. ദേഹേന്ദ്രിയ പ്രാണ മനോബുദ്ധിയിൽ അഭിമാനം, ഞാനാണെന്നുള്ള അഭിമാനം വന്നു കഴിഞ്ഞാൽ ജീവാത്മാവായി. ഗുണകർമ്മമൂർത്തി, ഗുണകർമ്മമയമായ ശരീരത്തോടു കൂടിയവനായിട്ട് സൂത്രം മഹാൻ, സൂത്രം എന്നും മഹാൻ എന്നും
ഉരുധാഗീത പല വിധത്തിൽ പറയുന്ന കാലതന്ത്ര പരമേശ്വരന് അധീനനായിട്ട് സംസാരേ ആധാവതി സംസാരത്തിൽ അലയുന്നു അല്ലെങ്കിൽ ഓടുന്നു എന്നോ എന്താച്ചാ പറയാം. എന്താണ് ഈ ഒരു ശ്ലോകത്തിൽ പറയണ വെച്ചാൽ ഈ ദേഹേന്ദ്രിയ പ്രാണ മനസ്സാണ് ഞാൻ എന്ന് അഭിമാനിക്കുന്നതും ഈ സത്വരജസ്തമോ ഗുണങ്ങൾ കൊണ്ടുണ്ടാകുന്ന കർമ്മവാസനകളാകുന്ന ലിമിറ്റേഷനോട് കൂടിയതും ആയ ആത്മാവിനെയാണ് നമ്മൾ ജീവൻ എന്ന് പറയണത്. അതായത് ഇതിൽ ജീവൻ്റെ ഒരു ഡെഫിനേഷൻ ഭഗവാൻ തന്നു. ആരാ അനുഭവിക്കണ ഈ സംസാര ദുഃഖമൊക്കെ? ജീവൻ. ആരാ ജീവൻ? ആത്മാവല്ല. ആത്മാവ് ജീവാത്മാവ് ആവണത് എപ്പോഴറിയോ? ദേഹം, ഇന്ദ്രിയം, പ്രാണൻ, മനസ്സ് ഇതൊക്കെ ഞാനാണെന്ന് അഭിമാനിക്കാൻ തുടങ്ങിയാൽ ആത്മാവ് ജീവനായി. അപ്പം എന്താ ഉണ്ടാവണം വെച്ചാൽ രജസ്തമോ ഗുണങ്ങളെ കൊണ്ട് നമ്മൾ ചെയ്ത കർമ്മവാസനകൾ മുഴുവൻ നമ്മളെ ബാധിക്കും. കർമ്മബന്ധനവും ഉണ്ടാവും അതോടുകൂടി. കാരണം ദേഹവും ഇന്ദ്രിയവും പ്രാണനും മനസ്സാണെന്ന് ഞാൻ വിചാരിക്കുമ്പോൾ ആ ദേഹവും പ്രാണനും മനസ്സും ഒക്കെ ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ എൻ്റെയും. അതിൽ നിന്ന് മാറി നിൽക്കുകയാണെങ്കിൽ അതൊന്നും എൻ്റെ അല്ല. അത് ഞാൻ ദേഹേന്ദ്രിയ പ്രാണ മനസ്സുകളിൽ അഭിമാനിക്കാൻ തുടങ്ങിയാൽ അപ്പം എനിക്ക് ഈ രജസ്തമോ അതായത് ദേഹവും ഇന്ദ്രിയവും മനസ്സും പ്രാണനും ഒക്കെ ഈ സത്വഗുണവും രജോ ഗുണവും തമോ ഗുണത്തിൽ നിന്ന് ഉണ്ടായതാണല്ലോ. അപ്പോൾ ഞാൻ ഈ ദേഹവും ഇന്ദ്രിയവും പ്രാണനാണെന്നാണ് അഭിമാനിക്കാൻ തുടങ്ങിയാൽ അതൊക്കെ സത്വരജസ്തമോ ഗുണങ്ങളിൽ നിന്ന് ഉണ്ടായതാണ്. അപ്പോൾ സത്വരജസ്തമോ ഗുണങ്ങൾ കൊണ്ടുണ്ടാകുന്ന കർമ്മവാസനകളാൽ നമ്മളങ്ങോട്ട് ലിമിറ്റഡായിത്തീരും. അങ്ങനെ ലിമിറ്റഡായിട്ടുള്ള ആത്മാവിനെയാണ് ജീവൻ എന്ന് പറയണത്. ഈ പ്രാണ ഇന്ദ്രിയൻ മനസ്സും ബുദ്ധിയിലും ലിമിറ്റഡായിട്ട് ഈ ഗുണങ്ങളാൽ ഉണ്ടാകുന്ന കർമ്മബന്ധനത്താൽ ലിമിറ്റഡായിട്ടുള്ള ആത്മാവിനെയാണ് ജീവൻ എന്ന് പറയണത്. ആത്മാവ് അൺലിമിറ്റഡാണ്, ഒരു ലിമിറ്റേഷനും ഇല്ല ആത്മാവിന്. പക്ഷേ ഈ ദേഹമായിട്ട് ചേർച്ച ഉണ്ടാകുമ്പോൾ ദേഹത്തിൻ്റെ ലിമിറ്റേഷൻസൊക്കെ, ദേഹം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പ്രാണോ ഇന്ദ്രിയവും ബുദ്ധി മനസ്സും ഒക്കെ ഉണ്ട് കേട്ടോ. അതിൽ ദേഹത്തിൻ്റെ ലിമിറ്റേഷൻസൊക്കെ ഈ ആത്മാവിനെ ബാധിക്കും ദേഹമായിട്ട് ചേർന്നാൽ. അപ്പോഴതിനെയാണ് ജീവൻ എന്ന് പറയണത്. ശരിക്കും നമ്മൾ ആത്മാവാണെങ്കിലും ഈ ദേഹമാണെന്ന് അങ്ങോട്ട് വിചാരിക്കാൻ തുടങ്ങിയാൽ ദേഹത്തിൻ്റെ ലിമിറ്റേഷൻസൊക്കെ നമുക്ക് ഉണ്ടാവും. ഏതുപോലെ വെച്ചാൽ നോക്കൂ, ആകാശം എല്ലാ ദിക്കിലും വ്യാപിച്ച് കിടക്കണു. ഒരു കുടത്തിൻ്റെ ഉള്ളിലും ആകാശമുണ്ട്. പക്ഷെ കുടത്തിൻ്റെ ഉള്ളിലത്തെ ആകാശത്തിന് പുറത്തേക്ക് പോകാൻ പറ്റുമോ? ലിമിറ്റഡാണ്. അതും ആകാശം തന്നെയാണ്. മറ്റത് ചിതാകാശമാണെങ്കിൽ ഇതൊരു ചെറിയ ആകാശം, അത്രയേ ഉള്ളൂ. ലിമിറ്റഡാണ്. എല്ലാം ലിമിറ്റഡാണ് അല്ലേ? അതൊന്നും പുറത്തേക്ക് പോകാൻ പറ്റില്ലല്ലോ. അതുപോലെയാണ് ആത്മാവ് അൺലിമിറ്റഡാണ്. പക്ഷെ നമ്മളെ തന്നെ ഈ ശരീരത്തിൽ ഒതുക്കുകയാണ്. അപ്പം ശരീരത്തിൻ്റെ എല്ലാ ലിമിറ്റേഷൻസും, പ്രാണൻ ഇന്ദ്രിയം മനസ്സിൻ്റെ എല്ലാ ലിമിറ്റേഷൻസും അപ്പം ഇതിന് അനുഭവിക്കേണ്ടി വരും. അങ്ങനെയുള്ള ആ ലിമിറ്റഡ് ആത്മാവിനെയാണ് നമ്മൾ ഉപാധികളോട് കൂടിയ ആത്മാവാണ് ജീവൻ. ആ ആത്മാവിനെ തന്നെയാണ് നമ്മൾ സൂത്രാത്മാവ്, മഹത്വത്വം എന്നൊക്കെ പറയണത്, അല്ലെങ്കിൽ സൂക്ഷ്മ ശരീരം എന്നൊക്കെ പറയണത് ഈ ജീവാത്മാവിന് തന്നെയാണ്. അതിന് പല പേരും പറയും. സൂക്ഷ്മ ശരീരം, സൂത്രാത്മാവ്, മഹത്തത്വം എന്നൊക്കെ പറയാം ഈ ജീവാത്മാവിനെ. അതായത് ദേഹേന്ദ്രിയ മനോബുദ്ധിയിൽ അഭിമാനിക്കുന്ന കർമ്മബന്ധനമുള്ള ആത്മാവിനെയാണ് നമ്മൾ പല പേരിൽ പറയുക. ജീവാത്മാവ്, സൂത്രാത്മാവ്, സൂക്ഷ്മ ആത്മാവ്, മഹത്തത്വം എന്നൊക്കെ അതിനെ പറയുന്നു എന്നാണ് ഈ ശ്ലോകത്തിൽ പറഞ്ഞത്. അപ്പോൾ 16 വായിച്ച് 17ലേക്ക് പോവാം. ദേഹേന്ദ്രിയ പ്രാണമനോഭിമാനോ ജീവോന്തരാത്മാ ഗുണകർമ്മമൂർത്തി സൂത്രം മഹാനിത്തുരുദേവ ഗീത സംസാര ആധാവതി കാലതന്ത്ര. അപ്പോൾ ഈ 16 അതാണ് പറയണത്. ഈ ദേഹേന്ദ്രിയ പ്രാണ മനസ്സുകളിൽ ഈ ആത്മാവ് പ്രതിബിംബിക്കുകയാണ്. എന്നിട്ട് അതൊക്കെ താനാണ് വിചാരിക്കുക. ശരിയും പ്രതിബിംബമാണ്, പറഞ്ഞുമല്ലോ നമ്മൾ ഇതിന് മുമ്പേ. വെറും പ്രതിബിംബമാണ്. എന്നിട്ട് താനാണെന്ന് ഭ്രമിക്കുന്ന ആ പ്രതിബിംബ ബോധമാണ് ജീവാത്മാവ്.
പ്രതിബിംബത്തിനെ താനാണെന്ന്, ശരിക്കും ആത്മാവിൻ്റെ റിഫ്ലക്ഷനാണ്, ആ റിഫ്ലക്ഷനെ ഞാനാണെന്ന് അഭിമാനിക്കുന്നതാണ് ജീവാത്മാവ്. അപ്പം നമുക്ക് ഇങ്ങനെ അതിനൊരു വേറൊരു ഉദാഹരണം ഞാൻ വായിച്ചു. എന്താ പറയുക, നമ്മളൊരു കണ്ണാടിയുടെ മുമ്പിൽ നിൽക്കേണ്ടത്രേ, നമ്മൾ ആ റിയൽ നമ്മളാണ് ആത്മാവ്, കണ്ണാടിയിൽ കൂടെ പ്രതിഫലിക്കുന്ന നമ്മളാണ് ജീവാത്മാവ്, വെറും പ്രതിഫലന. അതാണപ്പോൾ ഇതിലും ഈ ശ്ലോകത്തിലും പറഞ്ഞതേ. അതായത് ഈ പ്രതിബിംബിച്ചിട്ട് അതൊക്കെ ഞാനാണെന്ന് ഭ്രമിക്കും, അതാണ് ആ ജീവാത്മാവ്, അഥവാ അഹങ്കാരം എന്നും പറയാം, ജീവാത്മാവ് അഹങ്കാരം. അപ്പോൾ ഈ മായാഗുണകർമ്മ ബന്ധനം ഉണ്ടെന്ന് തോന്നിക്കുന്നതാണ് ആ ജീവാത്മാവ്. ഇതിനെയാണ് നമ്മൾ പിന്നെ പിന്നെ സൂത്രാത്മാവ് എന്നും പ്രാണനെന്നും ജീവാത്മാവ് എന്നും മഹത്തത്വം എന്നും ഒക്കെ പറയണത് ഇതിനെ തന്നെയാണ് എന്നാണ് പറഞ്ഞത്. ഇനി നമുക്ക് 17 വായിക്കാം. വളരെ ഒരു വിഷമമുള്ള ഭാഗമാണ് കേട്ടോ അത്. അമൂലമേതദ് ബഹുരൂപരൂപിതം മനോവച പ്രാണശരീരകർമ്മ ജ്ഞാനാസിനോപാസനയാ ശിതേന ചിത്വാ മുനിർഗം വിചരത്യതൃഷ്ണ. 17 അർത്ഥം നോക്കാം. അമൂലം, കാരണമില്ലാത്തവനും കാരണരഹിതനും, ബഹുരൂപരൂപിതം, അജ്ഞാനം കൊണ്ട് പല രൂപത്തിൽ പ്രകാശിപ്പിക്കപ്പെട്ടതും, മനോവച പ്രാണശരീര കർമ്മ, മനസ്സ് വാക്ക് പ്രാണൻ ശരീരം ഇവയാൽ ബന്ധിക്കപ്പെട്ടതും, ഏതത് ഈ അഹങ്കാരത്തിന് അല്ലെങ്കിൽ ജീവാത്മാവിനെ, അഹങ്കാരം എന്നും പറയാം ജീവാത്മാവെന്നും പറയാം, ഉപാസനയാ ഗീതേന ഉപാസനയാ ശിതേന, ഉപാസനയാൽ ശിതം ചേണ്ട മൂർച്ച കൂട്ടിയ, ജ്ഞാനാസിന, ജ്ഞാനം എന്ന കത്തിയാൽ, അസി വാള, ജ്ഞാനം എന്ന വാളാൽ ജ്ഞാനാസിനോപാസനയ, അതെ, വിചാര്യ അതൃഷ്ണ ഉദിത്വ, അറിഞ്ഞ്, മുനി മീൻസ് മനനം ചെയ്യണ ആൾ, അതൃഷ്ണ വിഷയത്തിൽ ആശയില്ലാത്തവനായി, ഗാം വിചരതി, ഭൂമിയിൽ സഞ്ചരിക്കുന്നു. അപ്പം ഇതിലെന്താണ് പറഞ്ഞത്, വാസ്തവത്തിലെ കാരണരഹിതവനും അജ്ഞാനത്താൽ ശരിക്കും ഇതില്ല, അജ്ഞാനം കൊണ്ട് നമുക്ക് തോന്നപ്പെടുന്നതുമായ ഈ മനസ്സും വാക്കും ഇന്ദ്രിയങ്ങളും പ്രാണനും ശരീരവും ഒക്കെ ഈ ജീവാത്മാവ് എപ്പോഴാണ് ഒരു നല്ല ഗുരുവിൻ്റെ ഉപാസന കൊണ്ട്, ഗുരുവിനെ ഉപാസിച്ചിട്ട് അദ്ദേഹം നൽകുന്ന ജ്ഞാനഖൽഗം കൊണ്ട്, ജ്ഞാനുണ്ടായിട്ടേ ജ്ഞാനമാകുന്ന വാളുകൊണ്ട് അതിനെ മുറിച്ച് ഒന്നിലും തൃഷ്ണ, ആഗ്രഹമില്ലാത്തവനായി സഞ്ചരിക്കണം. അങ്ങനെയാണ് ഒരു വിവേകി വേണ്ടതെന്ന് പറയണം കേട്ടോ. അതായത് എന്താണ് ഭഗവാൻ പറഞ്ഞു വെച്ചാൽ, ഈ ജീവൻ ഇങ്ങനെ നമ്മൾ വിചാരിക്കുന്നിടത്തോളം ആത്മാവാണെന്ന്, അല്ല ദേഹമാണെന്ന് വിചാരിക്കുന്നിടത്തോളം കാലം ഇങ്ങനെ ഈ സംസാരത്തിൽ കറങ്ങും. എന്നാൽ ഈ നിർമൂലവും കാരണമില്ലാത്തതും നാനാരൂപഭേദങ്ങളിൽ കാണുന്നതും നാമരൂപഭേദങ്ങളാൽ കാണപ്പെടുന്നതും ആയിട്ടുള്ള ശരീരം, പ്രാണൻ, വാക്ക്, മനസ്സ് ഇവയെക്കൊണ്ട് ഓരോ കാര്യങ്ങൾ നടത്തുന്നതുമായിട്ടുള്ള ഈ ജീവാത്മാവ് ഒരു ഗുരുവിനെ ഉപാസിച്ചിട്ട് ലഭിക്കുന്ന മൂർച്ചയേറിയ ജ്ഞാനമാകുന്ന വാളുകൊണ്ട് അതിനെ മുറിച്ചിട്ട് ആ അഹങ്കാരത്തിൻ്റെ ഗ്രന്ഥിയെ പൊട്ടിച്ചിട്ട് ആശ വിമുക്തനായിട്ട് ഒരു മുനി ആയിട്ട് യഥേഷ്ടം ഭൂമിയിൽ സഞ്ചരിക്കാൻ പറ്റും. എങ്ങനെയാണെന്ന് വെച്ചാൽ പറയണമെന്ന് വെച്ചാൽ, ഈ ദേഹാഭിമാനി എന്താ വേണ്ടതെന്ന് വെച്ചാൽ, ഒരു ഗുരുവിനെ സമീപിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ ഉപദേശത്തോടു കൂടിയും അദ്ദേഹത്തിൻ്റെ ഗൈഡൻസോടു കൂടിയും നല്ല ജ്ഞാനം സമ്പാദിച്ചിട്ട്, മൂർച്ചയേറിയ ജ്ഞാനമാകുന്ന വാള് സമ്പാദിച്ചിട്ട് ഈ അഹങ്കാര ഗ്രന്ഥിയെ മുറിക്കണം. അല്ലാതെ ഒരു വഴിയില്ല എന്നാണ്. അഹങ്കാര ഗ്രന്ഥിയെ മുറിച്ചിട്ട് പിന്നെ ഒന്നിലും ആഗ്രഹമില്ലാത്തവനായിട്ട് ലോകത്തിൽ സഞ്ചരിക്കണം. അല്ലാതെ ഒരു വഴിയില്ല. നമുക്ക് ജ്ഞാനം ഉദിക്കല്ലാതെ ഈ ജനന മരണ ചക്രത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേറെ വഴിയില്ല.
അപ്പോൾ അത് ഭക്തി കൊണ്ടോ പിന്നെ എന്താണ് മറ്റേത് എങ്ങനെയായാലും നമുക്ക് ഞാൻ ദേഹമല്ല എന്നുള്ള വിചാരം വരുന്നത് വരെ, ഞാൻ ദേഹമല്ല എന്നുള്ള അനുഭവം വരുന്നത് വരെ നമുക്ക് ഈ അഹങ്കാര ഗ്രന്ഥി പൊട്ടിക്കാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ ഈ ഒരു ശ്ലോകത്തിൽ പറഞ്ഞത് എന്താ വെച്ചാൽ, ഇങ്ങനെ വിഷയങ്ങളിൽ തൽപരനായിട്ടൊരാൾ ഒരു ഗുരുവിൻ്റെ സഹായത്തോട് ഗൈഡൻസോട് കൂടിയിട്ട് വളരെ ശക്തിയേറിയ ജ്ഞാനം സമ്പാദിച്ചിട്ട് ആ മൂർച്ചയേറിയ ജ്ഞാനമാകുന്ന വാളുകൊണ്ട് ഈ അഹങ്കാരഗ്രന്ഥി മുറിച്ച് ആശാവിമുക്തനായിട്ട് ഈ ലോകത്തിൽ സഞ്ചരിക്കുന്നു എന്നാണ് പറഞ്ഞത്. അങ്ങനെയാണ് ഒരു മുനി ചെയ്യണത്. അമൂലമേതദ് ബഹുരൂപരൂപിതം മനോവച പ്രാണശരീരകർമ്മ ജ്ഞാനാസിനോപാസനയാ ശിതേന ഛിത്വാ മുനിർഗം വിചരത്യതൃഷ്ണ. ജ്ഞാനകൽക്കം കൊണ്ട് ഈ അഹങ്കാരത്തിനെ മുറിച്ചിട്ട് ഒരു മുനി അങ്ങനെയാണ് മുനി നടക്കാൻ ഇങ്ങനെ സാധിക്കണതെന്ന് പറയുകയാണ്. ജ്ഞാനകൽക്കം കൊണ്ട് ഈ അജ്ഞാനത്തിനെ മുറിച്ചിട്ടാണ് മുനിക്കിങ്ങനെ അല്ലെങ്കിൽ ഇപ്പോൾ ദത്താത്രേയനെ പോലെയൊക്കെ ഒരു തൃഷ്ണയില്ലാതെ നടക്കാൻ പറ്റണതേ. ഇനി ഒന്നും കൂടിയും ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ കേട്ടോ. പറ്റുന്നുണ്ടാവും. വളരെ പറ്റില്ല കേട്ടോ, കഴിഞ്ഞു, സമയമായി. അപ്പോൾ നമുക്കിവിടെ നിർത്താം. 17 വായിച്ചിട്ട് ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഗുരുവായൂരപ്പ ശരണം. സമസ്താപരാധം ക്ഷമസ്വമേ.